ഹായ് ഗായ്സ്, ഗലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 11th വീക്ക് വിഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാവിലെ 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ്, അത് മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി മാത്രമേ വോട്ട് ചെയ്യാവൂ, എന്നാൽ മാത്രമേ ആ വോട്ട് ആ മത്സരാർത്ഥിക്ക് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഈ 6 പേരിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തതെന്നും കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം വരും മണിക്കൂറിലെ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സ്റ്റാറ്റസുകൾക്കായി ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് രാവിലെ 7 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. ഷാനവാസ് തുടക്കത്തിലൊന്ന് പതറിയെങ്കിലും അതിനുശേഷം നൂറയിൽ നിന്ന് 1-ാം പൊസിഷൻ പിടിച്ചെടുത്തതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ അത്യാവശ്യം തരക്കടില്ലാത്ത വോട്ടിംഗ് പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 27,757 വോട്ടോട് കൂടി 1-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ്. 2-ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറയ്ക്ക് ഇപ്പോൾ നല്ല രീതിയിലൊരു വോട്ടിംഗ് ഇടിവ് കണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടെ 2-ാം പൊസിഷനിൽ തന്നെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. 27,125 വോട്ടാണ് നൂറ കരസ്ഥമാക്കിയിരിക്കുന്നത്. 3-ാം പൊസിഷനിൽ ആര്യൻ നല്ലൊരു മുന്നേറ്റമായിട്ട് മുന്നേറുകയാണ്. ഏകദേശം ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നൂറയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൻ്റെ 2-ാം പൊസിഷൻ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ 25,089 വോട്ട് നേടി 3-ാം പൊസിഷനിലാണ് നിലനിർത്തിയിരിക്കുന്നത്. 4-ാം പൊസിഷനിൽ അക്ബർ കയറി വന്നിട്ട് അക്ബറിനും നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് കണ്ടുവരുന്നത്. ഇന്നത്തെ ദിവസം അരിയനെ പോലെ തന്നെ നല്ലൊരു മുന്നേറ്റം നടത്താൻ അക്ബറിനും സാധിച്ചിട്ടുണ്ട്. 23,985 വോട്ട് നേടി 4-ാം പൊസിഷനിലാണ് നിലനിർത്തിയത്. 5-ാം പൊസിഷനിൽ ലക്ഷ്മി തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അക്ബറിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ തൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ട 5-ാം പൊസിഷനിൽ നിന്ന് ഡേഞ്ചർ സോണിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 23,800 വോട്ടാണ് ലക്ഷ്മി കരസ്ഥമാക്കിയിരിക്കുന്നത്. വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. 6-ാം പൊസിഷനിൽ നെവിൻ തന്നെ തുടരുകയാണ്. പക്ഷേ നെവിന് ഇപ്പോൾ കാര്യമായ ഒരു വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. ഏകദേശം ലക്ഷ്മിയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 22,090 വോട്ട് നേടി 6-ാം പൊസിഷനിൽ നിന്ന് ഡേഞ്ചർ സോണിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്.